ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടാസ്ക് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് ആ ടൈമറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നിന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരും കൂട്ടത്തിൽ ഒരു ഏർലി 20s തന്നെ ഒരു സമയത്ത് തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച കൂട്ടത്തിൽ തന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച ഏറ്റവും കൂടുതൽ ട്രാവൽസ് പോയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് നവാസാണ്. സോ നവാസ് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി കുറച്ച് സമയമായെങ്കിലും. അപ്പം ഞാൻ നവാസിനോട് ഒരു ടാസ്ക് പോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു സംഭവം അവന് യാത്ര ചെയ്ത ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവനോട് ചോദിക്കുന്നു എന്നുള്ള. നവാസ് ആ ഒരു ടാസ്ക് റെഡി അല്ലേ? അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ഈ എന്താക്കണം, ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ അതിനൊരു ആൻസർ എനിക്ക് ക്ലാരിറ്റി തരുന്നതായിട്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതുവരെ ഒരുപാട് യാത്ര പോയി, ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ അടിച്ചല്ലോ. അപ്പൊ ആ ട്രിപ്പ് അടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? അതുപോലെ എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയാൻ ഞാൻ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയും. സത്യം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ പുഷ്കറിൽ ഒരു വേൾഡിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ഉണ്ട്, ബ്രഹ്മ ടെമ്പിൾ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ കുറെ അമ്പലങ്ങളും മൊത്തത്തിൽ ഈവനിങ്ങിൽ ആയിക്കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിൽ നിന്നും സൗണ്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒരു പീസ്ഫുൾ ആണ്. എന്നാൽ പോലും നമുക്കൊരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ അവിടുത്തെ സ്റ്റേ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഭയങ്കര കോസ്റ്റ്ലി അല്ല, ചീപ്പായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഓ, താങ്ക് യു, നൈസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റഡ്. പുഷ്കർ എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി എനിക്കറിയില്ല, പറഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ, ഇപ്പം റീസെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പല ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് യാത്രകളുണ്ട്. സോ ഏത് കൈൻഡ് ഓഫ് യാത്രയാണ് ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിഫർ ചെയ്യുന്ന യാത്ര ഏതാണ്? ഇപ്പം ബൈക്ക് റൈഡ് ആണോ, സോളോ റൈഡ് ആണോ, ഗ്രൂപ്പ് ആയിട്ടാണോ, കാറിലൊക്കെ ആണോ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഹോളിഡേ ട്രിപ്പാണ്? എങ്ങനത്തെ കൈൻഡ് ഓഫ് ട്രിപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും? അതുപോലെ തന്നെ ഈ ഒരു ആൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലും ഏതായിരിക്കും ചെയ്യാം? പെട്ടെന്ന് പറയണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. ചില ആൾക്കാർക്ക് സോളോ ആയിട്ട് പോകാൻ, ചില ആൾക്കാർക്ക് യാത്ര ഗ്രൂപ്പായിട്ട് പോകാൻ, അങ്ങനെ ഓരോ മൈൻഡ് സെറ്റ് ആണ്. അപ്പം അതിൽ എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് സോളോ ആയിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ ഇഷ്ടമാണ്. രണ്ടാളെ, എനിക്ക് എത്ര ആളുണ്ടെങ്കിലും ഒരാളെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ, എനിക്ക് എൻ്റെ ഒരു എൻജോയ്മെൻറ്റ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. ആ ഒരു യാത്ര അങ്ങനെയാണ് ബേസിക്കലി ഞാൻ കൊണ്ടുവന്നത്. ഞാൻ പോയ എല്ലാ യാത്രയിലും ഞാൻ ഏകദേശം എൻ്റെ ഗ്രൂപ്പ്, എൻ്റെ ഫ്രണ്ടും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായിരുന്നു. അവൻ ഒരു ദിവസം 9 ദിവസത്തിനൊരു യാത്രയൊക്കെ പോയിട്ടുണ്ട്, ഒരു ചെറിയൊരു CC കുറഞ്ഞിട്ടുള്ള ബൈക്കിൽ. അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ഇല്ല, ഭയങ്കര കോസ്റ്റ്ലി അല്ല. ഏറ്റവും ചെറിയ 2000 രൂപക്കാണ് ഞാൻ ഒരു 9 ദിവസത്തിൽ യാത്ര ചെയ്തത്. മൊത്തം ചെലവില്ല. ഒരു ഫുഡിന് കയറി പോയ ഒരു 1000 രൂപ, 1500 രൂപ, ചെറിയൊരു അങ്ങനെ 9 ദിവസത്തിന് ഒരു യാത്ര. ഓ, നൈസ്. കണ്ടില്ലേ, അവന്റെ ഒരു യാത്രയോടുള്ള വൈബ് തന്നെ കണ്ടില്ലേ? ആക്ച്വലി കിട്ടുന്ന സമയം അല്ലെങ്കിൽ കിട്ടുന്ന ആളെ വെച്ച് അങ്ങോട്ട് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ബേസിക്കലി. ആക്ച്വലി എൻ്റെ ഒരു കേസ് എടുത്താൽ, എൻ്റെ ഒരു പ്രിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് സോളോ റൈഡ് തീരെ താല്പര്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ വർത്താനം പറഞ്ഞൊന്ന് രസാക്കി കളിയാക്കി ആ രീതിയിൽ പോകുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബൈക്കും ഇറ്റ്സ് ഓക്കെ, കാറാണെങ്കിലും ഒക്കെ ഓക്കെ, നൈസാണ്. സോ എനിക്ക് ലാസ്റ്റ് ഒറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് നവാസേ. ആ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഒരാൾക്ക് ഒരു ബൈക്ക് റൈഡ് ഓൾ ഇന്ത്യ ട്രാവൽ പോവുകയാണെങ്കിൽ മിനിമം എത്ര കോസ്റ്റ്? നവാസ് പോയ സമയത്ത് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? ഇപ്പോൾ ആക്ച്വലി ഇപ്പം എത്ര അറൗണ്ട് ഒരാൾ എത്ര ഒരു പേയ്മെന്റ് കാണണം? ബൈക്ക് ആണെങ്കിലും ഒരു യാത്ര പോവാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എത്ര കാണണം എമൗണ്ട്? ഇപ്പോൾ നമ്മളൊരു ബൈക്കിലല്ല, നമ്മളൊരു ട്രെയിനും ബസ്സൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 25 ഒരു 30K ബിലോ നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. 30K മൊത്തം നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കാശ്മീർ, ലഡാക്ക് ഒക്കെ പോയി വരാൻ ആ ഒരു റേറ്റ് മതി. നമുക്ക് അതിൽ ഫുഡ് ആയിക്കോട്ടെ, സ്റ്റേ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഇനി ബൈക്കിലാണ് ഒരു 400cc, ഒരു 800cc ഒക്കെ ബൈക്കാണെങ്കിൽ അത് നമുക്കൊരു 18,000, 1 lakh വരെ അതിന് നമുക്ക് കോസ്റ്റ്ലി വരും. ഇനി അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു യാത്രയാണ്. നമുക്കൊരു നോർമൽ ബൈക്കിലാണെങ്കിൽ പോലും നമുക്കൊരു ട്രെയിനിൽ, ഇപ്പോൾ ഇവിടുന്ന് കേരള ടു ഡൽഹി വരെ ട്രെയിനിൽ കയറ്റിയിട്ട് അവിടുന്ന് നമ്മൾ ബൈക്ക് എടുത്ത് പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറയും മിനിമം ഒരു 45,000 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു യാത്ര പോയി ഓൾ ഇന്ത്യ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമുക്ക് ഒരു എക്സ്പെൻസ് വരുന്നത്. സോ നമുക്ക് ഈ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. ജസ്റ്റ് നമ്മളൊരു ഫൺ ആയിട്ട് ജസ്റ്റ് ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് ട്രൈ ചെയ്ത സമയത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. സോ താങ്ക് യു, ബൈ.